തൊഴിലില്ലായ്മയിൽ നിരന്തരം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ വികസനത്തിനും നിക്ഷേപത്തിനും തൊഴിലിനും എതിരാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ സൃഷ്ടിച്ച ജോലി അവസരങ്ങളുടെ കണക്കുകൾ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ആ മറുപടി പ്രസംഗം ഇങ്ങനെയാണ്: കഴിഞ്ഞ 3-4 വർഷത്തിനിടെ രാജ്യത്ത് 8 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഈ കണക്കുകൾ നിശബ്ദരാക്കിയിരിക്കുന്നു. ഇവർ നിക്ഷേപം, അടിസ്ഥാന സൗകര്യങ്ങൾ, രാജ്യത്തിന്റെ വികസനം എന്നിവയെ എതിർക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ അവരുടെ നുണകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് RBI റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മോദി പറഞ്ഞു. റോഡ്, റെയിൽവേ, തുറമുഖ മേഖലകളിൽ 29,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചുകൊണ്ട് മുംബൈയിലെ ഖൊരേഗാവിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറയുന്നത്. വ്യാപകമായ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തള്ളുന്നതാണ് RBIയുടെ തൊഴിൽ റിപ്പോർട്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. NDA സർക്കാരിന്റെ 3ാം ടേമിനെ ചെറുതും വലുതുമായ നിക്ഷേപകർ ആവേശത്തോടെ സ്വാഗതം ചെയ്തതായി നിക്ഷേപകരിൽ നിന്നുള്ള നല്ല പ്രതികരണം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന് മാത്രമേ സ്ഥിരത നൽകാൻ കഴിയൂ എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തീർന്നില്ല. പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ തെറ്റുകളെ ന്യായീകരിച്ച് മോദി തുടർന്നു. അടൽ സേതു പാലത്തിൽ വിള്ളലുണ്ടായെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പരാമർശിച്ച് പ്രതിപക്ഷത്തിനെതിരെ മോദി വിമർശനം ഉന്നയിക്കുകയാണുണ്ടായത്. മുംബൈയിലെ ജീവിത നിലവാരം മികച്ചതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. മുംബൈയിൽ തീരദേശപാതയും അടൽ സേതുവും പൂർത്തിയായി. അടൽ സേതുവിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇത് തടയാൻ എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തി. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നുവെന്നാണ് മോദി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതേസമയം IITയിലെ എഞ്ചിനീയർമാരുടെ ശമ്പളത്തിലെ ഇടിവും നിയമനത്തിലെ കുറവും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചിരുന്നു. തൊഴിലില്ലായ്മ മൂലം രാജ്യത്തെ യുവാക്കൾ നിരാശയിലാണെന്നും അവരുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. 2022-ൽ 19% വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടാനായില്ലെന്നും എന്നാൽ അതേ നിരക്ക് ഈ വർഷം 38% വർദ്ധിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് അവകാശപ്പെട്ടിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇതായിരിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് രാഹുൽ ആശ്ചര്യത്തോടെ ചോദിച്ചത്. ഇന്ന് യുവാക്കൾ തൊഴിലില്ലായ്മ കാരണം പൂർണ്ണമായും നിരാശരാണ്. രക്ഷിതാക്കൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. വിദ്യാർത്ഥികൾ ഉയർന്ന പലിശയ്ക്ക് വായ്പയെടുത്ത് പഠിക്കാൻ നിർബന്ധിതരാകുന്നു. പിന്നെ ജോലിയോ സാധാരണ വരുമാനമോ ലഭിക്കാത്തത് അവരുടെ സാമ്പത്തിക നിലയെ ബാധിക്കുകയാണെന്നും രാഹുൽ മോദിക്കു നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഇന്നിതാ സ്വയം രക്ഷയ്ക്കായി ഇതിന് പിന്നാലെ മറുപടിയുമായി വന്നിരിക്കുകയാണ് മോദി. വാക്കുപോരുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.